ഞാൻ വളരെ ആവേശത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇരിക്കുന്നത്. പല പ്രാവശ്യം വായിച്ച പുസ്തകമാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊരു വീഡിയോ ആയിട്ട് അവതരിപ്പിക്കാൻ പോവാം. അതായത് ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ, അതിലൊക്കെ നമ്മളെ മികച്ച പ്രകടനം നടത്തണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്, 7 ഹാബിറ്റുകൾ എന്തൊക്കെയാണ്. ആ 7 ഹാബിറ്റിന് 7 വീഡിയോസിലൊരു സീരീസ് ആയിരിക്കും. ഇതുപോലെ ഞാൻ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ I am also, I be the master, ഈ തത്വങ്ങളുടെ ഒരു മാസ്റ്ററായിട്ട് മാറാം. അത് നമ്മുടെ ബ്ലഡിലേക്ക് ഇങ്ങോട്ട്, നമ്മുടെ ബിഹേവിയറിലേക്ക്, നമ്മുടെ റിഫ്ലക്ഷനിലേക്ക്, അതിന് നമ്മളുടെ ജീവിത തത്വങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 7:30 എൻ്റെ അടുത്ത് നിന്ന് വീഡിയോ പ്രതീക്ഷിക്കാം. ഇത്തരം തത്വങ്ങളായിട്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എവറിഡേ 7:30 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ. ഓരോ ദിവസവും പുതുമയാർന്ന അറിവുകളുമായിട്ട് നിങ്ങളുടെ സിരകളെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും തുടങ്ങാം. ഹൗ ഇസ് ദാറ്റ് ഗ്രേറ്റ്? യു ഫീൽ സോ? സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഒരു കഥ പറയുന്ന പോലെ തുടങ്ങാം. കൊടും തണുപ്പുള്ള ഒരു ശൈത്യകാലം. ആ സമയത്ത് ഭൂരിഭാഗം മൃഗങ്ങൾ എന്താ ചെയ്യുക? സുരക്ഷിതമായ ഇടങ്ങളിൽ തേടി ഒളിക്കും. തണുപ്പ് മാറാൻ വേണ്ടി കാത്തിരിക്കും. എന്നാൽ ചെന്നായ്ക്കൾ അങ്ങനെയല്ല. അവരെന്താ ചോദിച്ചാൽ മഞ്ഞുവീഴ്ച കൂടുമ്പോൾ, അതായത് മറ്റു ജീവജാലങ്ങൾക്ക് ഒളിച്ചിരിക്കുന്ന സമയത്ത് ഇരകൾക്ക് വേഗത്തിൽ ഓടാൻ പറ്റാത്ത സമയം കൂടിയാണല്ലോ മഞ്ഞുവീഴ്ച, അല്ലെ? എന്ന സത്യം മനസ്സിലാക്കിയ ചെന്നായ്ക്കൾ തങ്ങളുടെ വേട്ടയാടൽ കൂടുതൽ ഊർജിതമാക്കും. പ്രതിസന്ധിയെ തങ്ങൾക്ക് അനുകൂലമായ ഒരു ആയുധമാക്കി അവർ മാറ്റും. നിങ്ങളുടെ ബിസിനസ്സിലും സാമ്പത്തിക മന്ദ്യമോ മാർക്കറ്റ് തകർച്ചയോ പ്രധാനപ്പെട്ട ഒരു സ്റ്റാഫ് ജോലി വിട്ടു പോകുന്നൊക്കെ വലിയൊരു ശൈത്യകാലം പോലെ കടന്നു വരാം. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഒളിച്ചിരുന്ന് പരാതി പറയുകയാണോ അതോ ഈ പ്രതിസന്ധിയെ ഒരു അവസരമാക്കി മാറ്റുകയാണോ ചെയ്യുന്നത്? ഓർക്കുക, ബിസിനസ്സിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളൊരു തെർമോമീറ്റർ ആണോ അതോ തെർമോസ്റ്റാറ്റാണോ എന്ന് നിങ്ങളുടെ വിജയത്തെ തീരുമാനിക്കും. തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ പുറത്തെ ചൂടിനനുസരിച്ച് വെറുതെ മാറുക ചെയ്യുക. എന്നാൽ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ തനിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ തനിക്ക് വേണ്ട രീതിയിൽ മാറ്റിയെടുക്കുന്നു. ഞാൻ നോയിച്ച് റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർമാർ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സ്റ്റീഫൻ കോവിയുടെ ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ തത്വം ബി പ്രോആക്റ്റീവ് ആവുക. ദ ന്യൂറോ സയൻസ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ഇത് നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, സാധാരണ ആൾക്കാർ പ്രോആക്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് എന്തിനും മുൻകൈ എടുക്കുന്ന സ്വഭാവം എന്നാണ്. എന്നാൽ ബിസിനസ് സൈക്കോളജിയിൽ ഇതിന് വളരെ ആഴത്തിലുള്ള ഒരു അർത്ഥമുണ്ട്. നമ്മുടെ ബ്രെയിനിന് പ്രധാനമായും 2 രീതിയിലാണ് പ്രതികരിക്കാൻ കഴിയുക. ഒന്ന് റിയാക്റ്റീവായിട്ട് പ്രതികരിക്കുക, 2 പ്രോആക്റ്റീവായിട്ട്. വലിയ ഒരു ഓർഡർ ക്യാൻസൽ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എതിരാളി വില കുറച്ച് വിൽക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യമോ ഭയമോ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ബ്രെയിൻ എമർജൻസി സിസ്റ്റമായ അമിഗ്ഡല ആണ് ആ സമയത്ത് ആക്റ്റീവായിട്ടുള്ളത് എന്നാണ്. ഇതിനെ പറയൽ അമിഗ്ഡല ഹൈജാക്ക്. അതായത് നിങ്ങളുടെ തല കൊണ്ടുപോയി, അമിഗ്ഡല കൊണ്ടുപോയി. ഈ സമയത്ത് നിങ്ങളുടെ തീരുമാനങ്ങൾ വികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. ഇത് നിങ്ങളുടെ ഇന്നർ എനർജിയെ മുഴുവൻ ചോർത്തിക്കളയും. എന്നാൽ ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംരംഭകൻ, ഒരു പ്രൊഫഷണൽ ഒക്കെ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇവിടെ സ്വന്തം ഇന്നർ പവർ ഉപയോഗിച്ച് തലച്ചോറിലെ ലോജിക്കൽ ഭാഗമായ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആക്കുന്നു. അമിഗ്ഡല കിടക്കുന്നത് ഇവിടെ, അവിടെ അല്ല, ഊരകങ്ങളുടെ ബ്രെയിൻ അല്ല, ഇവിടെ ആക്റ്റീവ് ആക്കുന്നു. മനുഷ്യന് മാത്രം അവകാശപ്പെട്ട ഒരു കഴിവുണ്ട്. അത് ഈ സംഭവം ഉണ്ടല്ലോ, ചിന്തിക്കാനുള്ള കഴിവ്. മൃഗങ്ങൾക്കില്ല. നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നത്തിനും അതിനോടുള്ള പ്രതികരണത്തിനും ഇടയിൽ ഒരു സമയമുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ആ ഇമോഷൻ സ്റ്റാർട്ടായാൽ പിന്നെ കയ്യിൽ നിന്ന് പോയി, പിന്നെ അതൊരു ചെയിൻ മാതിരി ഇങ്ങനെ അതിൻ്റെ അവസാനം കണ്ട് നിർത്തുള്ളൂ. അതിന് സമയം കൊടുക്കരുത്. അതായത് നമ്മൾ ആ ഒരു ന്യൂസ് കേട്ടു, സംതിങ് റോങ്, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല, അല്ലെങ്കിൽ അവിചാരിതമായ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നു. ആ വന്ന സമയത്ത് ഉടനെ പാനിക്കാവുന്ന കാര്യങ്ങൾ ചെയ്തു. അതിന് പകരമായിട്ട് ആ റെസ്പോൺസ് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗ്യാപ്പ്, ആ ചെറിയ സമയം ഒന്ന് വലുതാക്കണം. അത് ഒന്നുമില്ലാത്ത സമയം, ന്യൂട്രലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന സമയം, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുന്ന സമയം, ഒരു ഇമോഷൻ ഇല്ലാതെ നോക്കി നിൽക്കുന്ന സമയം, ഇതിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള സമയം. മറ്റേ ബ്രെയിന് അമിഗ്ഡലക്ക് കൊടുത്തു കഴിഞ്ഞാലേ അവിടെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഈ റെസ്പോൺസ് വരുന്ന സമയത്ത് തന്നെ എന്ത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ റെസ്പോൺസ് തുടങ്ങുന്ന സമയത്താണ് നമുക്ക് എന്ത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത്. വികാരങ്ങൾക്ക് അടിമപ്പെടാതെ ലോജിക്കലായി ചിന്തിച്ച് തീരുമാനം എടുക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയല്ലേ, പ്രതികരിക്കാനുള്ള കഴിവ് എന്ന് സ്റ്റീഫൻ കോവി ഈ തത്വത്തെ വളരെ ലളിതമായി 2 സർക്കിളുകളിലൂടെയാണ് നമുക്ക് വിശദീകരിച്ച് തരുന്നത്.
ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ബിസിനസ്സിലായാലും പ്രൊഫഷനിലായാലും നിങ്ങളുടെ പകുതി സ്ട്രെസ്സും ഇതോടുകൂടി മാറും. ഒന്നാമതായിട്ട് സർക്കിൾ ഓഫ് കൺസേൺ, ഉത്കണ്ഠകളുടെ വലയം. റൈറ്റ്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു പുതിയ ടാക്സ് പോളിസി വന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മാന്ദ്യം, കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലെ മാറ്റങ്ങൾ, സപ്ലയർമാരുടെ ഡിലേ, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ഇതൊന്നും നിങ്ങളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല, അല്ലേ? ഈ സർക്കിൾ ഓഫ് കൺസേൺ. രണ്ടാമത് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്, സ്വാധീന വലയം. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, നിങ്ങളുടെ ടീമിന് നിങ്ങൾ നൽകുന്ന ട്രെയിനിങ്, കസ്റ്റമറോട് നിങ്ങൾ സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, എല്ലാറ്റിനും ഉപരി നിങ്ങളുടെ സ്വന്തം മാനസികാവസ്ഥ, ഇത് പൂർണ്ണമായും 100% നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്, അല്ലേ? ഒരു ആവറേജ് ബിസിനസ്സുകാരൻ തൻ്റെ സമയവും എനർജിയും മുഴുവൻ ചെലവഴിക്കുന്നത് എവിടെയാണെന്നറിയോ? ഈ സർക്കിൾ ഓഫ് കൺസേൺ. അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് അയാളുടെ ടൈം അങ്ങോട്ട് കൊടുത്ത് ഊർജ്ജം അങ്ങോട്ട് കളയും. അവർ പലപ്പോഴും ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. മാർക്കറ്റ് മോശമാണ്, ജീവനക്കാർക്ക് ആത്മാർത്ഥതയില്ല, സർക്കാർ നയങ്ങൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവർ സ്വയം ഒരു വിക്ടിം, ഇരയായിട്ട് മാറുകയാണ്. അതിലൂടെ അവരുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ കൂടി അവർ നശിപ്പിക്കുകയാണ്. ഊർജം തീർന്ന പിന്നെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റൂലേ? എന്നാൽ ഒരു മികച്ച ലീഡർ, ഒരു ഇന്നർ പവർ ഉള്ള സംരംഭകൻ തൻ്റെ ഫോക്കസ് മുഴുവനും കൊടുക്കുന്നത് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലേക്ക് മാറ്റുകയാണ്. ഗവൺമെൻറ് ടാക്സ് കൂട്ടിയോ, ഓക്കെ, അത് എൻ്റെ നിയന്ത്രണത്തിലുള്ളതല്ല. എന്നാൽ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂട്ടി പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ നിയന്ത്രണത്തിലാണ്. ഒരു സ്റ്റാഫ് പെട്ടെന്ന് ജോലി വിട്ടു പോയി, ഓക്കെ, അത് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ ബാക്കിയുള്ള സ്റ്റാഫുകളെ വെച്ച് വളരെ സുഗമമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒരു മികച്ച സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് സാധിക്കും, അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാഫിനെ കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ സ്വാധീന വലയത്തിൽ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും, അത് നിങ്ങൾ ദുർബലനല്ല, അവിടെ നിങ്ങൾക്ക് കരുത്തുണ്ട്. യു ക്യാൻ ആക്ട് ഓൺ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവിടെ ഒരു നിലയില്ലാ കാര്യത്തിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. എന്തിനാണത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ ഫോക്കസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. പിന്നെ എന്താണ്ടാവുക വെച്ചാൽ ക്രമേണ നിങ്ങളുടെ ആ സ്വാധീന വലയം വലുതായി വരും. ഗവൺമെൻറ് പോളിസിനെ വരെ ബാധിക്കുന്ന തരത്തേക്കൊക്കെ വളരാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് അവിടെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ബിസിനസ്സിലെ യഥാർത്ഥ അധികാരം അല്ലെങ്കിൽ പവർ എന്നുള്ളത് പുറത്തുള്ള സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നതിലല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നതിലാണ്. ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അതിന് പകരമായിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് മാത്രം ചോദിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം അവിടെ നിങ്ങളൊരു പ്രോ ആക്റ്റീവ് ലീഡറായി മാറുകയാണ്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക, എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ നയിക്കാൻ കഴിയും. ഏതായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കേട്ട് അങ്ങ് മറന്നു പോയതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ ബ്ലഡിൽ അങ്ങോട്ട് കയറണം. ഇത് പ്രാവർത്തികമാക്കാനുള്ളതാണ് നമ്മുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ വർക്കിലോ. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് അടിപ്പിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരൊറ്റ കാര്യം ഒരു പേപ്പറിൽ എഴുതുക. നിങ്ങളുടെ തലയ്ക്കിടത്ത് കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് എന്ത് ചെയ്യാം, പേപ്പറിൽ എഴുതുക. എന്നിട്ട് അതിൽ മറ്റാരെയും ആശ്രയിക്കാതെ നിങ്ങളുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ നിന്നുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒരു ആക്ഷൻ സ്റ്റെപ്പ് എന്താണെന്ന് കണ്ടെത്തുക. അതൊരു ഫോൺ കോളാകാം, ഒരു ഇമെയിൽ അയക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമുമായി നടത്തുന്ന ഒരു 10 മിനിറ്റ് മീറ്റിംഗ് ആകാം. ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് എനർജി കളയാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഒരു കാര്യം, അത് നമ്മളിങ്ങനെ സ്റ്റക്കായി നിന്നിട്ട് കാര്യമില്ല. എന്താ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുക? ആ ഒരു കാര്യം ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ചെയ്യാം. നമുക്കിനി അടുത്ത തത്വത്തിലേക്ക് കിടക്കാം. അതായത് ഒരു കാര്യം തുടങ്ങും മുമ്പേ അത് എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് കൃത്യമായി മനസ്സിൽ കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ ബിസിനസ്സിൽ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അസാധാരണ വിജയം നേടുന്നവർ തുടങ്ങും മുമ്പേ അവരുടെ അവസാനം കാണുന്നത്. അത് എങ്ങനെ ഒരു സിസ്റ്റമായി ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ തത്വമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരും. അതുവരെ നിങ്ങളുടെ എനർജി എവിടെയാണ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ ഫോക്കസ് എവിടെ കൊടുക്കേണ്ടത്? പ്രശ്നങ്ങളിലല്ല, പരിഹാരങ്ങളിൽ മാത്രം. ഓൾറൈറ്റ്, സ്റ്റേ പ്രൊആക്റ്റീവ്, സ്റ്റേ പവർഫുൾ.